അങ്ങനെ 1960 ഗവൺമെൻറ് വരുന്ന കാര്യം നമ്മൾ പറഞ്ഞു. 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നു. അപ്പം ഈ ഇന്ത്യ ചൈന യുദ്ധം നടന്നതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് അത് വലിയൊരു അടിയായി. കാരണം ഇന്ത്യയും ചൈനയും വലിയ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയും വലിയ ഫ്രണ്ട്സായിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്തെ ഇടിവെട്ട് പോലെ ചൈന നമ്മളെ ആക്രമിക്കുന്നത്. അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്ന ആശയങ്ങളുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അവരോരോ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും അവരുടെ ഇടത് നേതാക്കന്മാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ആശ്രയിക്കുന്നത് മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ നിലപാടുകളും അവരുടെ രീതികളുമാണ് ഇവർ സ്വീകരിക്കുന്നത്. അപ്പോൾ പഴയ സോവിയറ്റ് യൂണിയൻ, ക്യൂബ, ചൈന ഒക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആശ്രയം നിലപാടുകൾക്ക് വേണ്ടി. അങ്ങനെ 1960 കേരള ഇലക്ഷൻ തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നു. 62 ഇന്ത്യ ചൈന യുദ്ധം വരുന്നതോടെ അവർ കൂടുതൽ പ്രതിസന്ധിയിലാവുന്നു. അവർ തമ്മിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ ആശയപരമായ വേർതിരിവ് വരുന്നു. അങ്ങനെ അവർ തന്നെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ രണ്ട് ചേരി ഉണ്ടാകുന്നു. ഇടതുപക്ഷം, ലെഫ്റ്റ്, വലതുപക്ഷം എന്ന് പറഞ്ഞൊരു രണ്ട് ചേരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഉണ്ടാകുന്നു. അങ്ങനെ അവരെ വിളിക്കുന്നത് ഇന്റർനാഷണൽ എന്നും നാഷണലിസ്റ്റുകളെന്നും പേരിട്ടു. അതായത് നാഷണലിസ്റ്റുകളെന്ന് പറയുന്ന ആളുകൾ ചൈന ഇന്ത്യയെ ആക്രമിച്ചത് ശരിയായില്ലെന്നും ഞങ്ങൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ നിലപാടിനോട് ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന കൂട്ടർ, അവരാണ് നാഷണലിസ്റ്റുകൾ. അല്ലെങ്കിൽ വലതുപക്ഷം. അപ്പം ആ വലതുപക്ഷം എന്ന് പറയുന്നത് ഇന്നത്തെ CPI ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അരിവാൾ നെൽക്കതിർ അതാണ് CPI. അത് കഴിഞ്ഞ് മറ്റേന്ന് പറയുന്നത് ഇന്റർനാഷണലിസ്റ്റുകളാണ്. അവര് ചൈനയോടൊപ്പമാണ് നിൽക്കുന്നത്. അവര് ചൈനയോടൊപ്പം അവര് നിൽക്കുകയാണ്. അങ്ങനെ അതായത് CPI എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ, അതായത് ഈ ചൈന ഇന്ത്യയെ ആക്രമിക്കുമ്പം ചൈനയും സോവിയറ്റ് യൂണിയനും തമ്മിലും ആശയപരമായി, രണ്ടും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണെങ്കിലും ആശയപരമായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ CPIയെ പ്രോ സോവിയറ്റ് യൂണിയൻ എന്നും CPIM-നെ പ്രോ ചൈന എന്നും. സോവിയറ്റ് യൂണിയൻ അപ്പൊ ഇന്ത്യയുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു ലൂപ്പ്, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ട്രയാങ്കിൾ അതിനകത്ത് കിടക്കുന്നു. അങ്ങനെയാണ് ഈ സംഭവം. അങ്ങനെ ആശയപരമായി ചൈനയാണ് ശരിയെന്ന് വെച്ചിരുന്ന പാർട്ടിയിലെ ഇടതന്മാർ, വലതന്മാരാണ് നെഹ്റുവിനോടൊപ്പം CPI. അങ്ങനെ ഇവർ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കാലഘട്ടത്തിൽ AKGയെയും EMSനെയും മറ്റും കോൺഗ്രസ്സുകാർ എന്ത് വിളിച്ചിരുന്നു? ചൈന ചാരന്മാർ എന്നുവരെ വിളിച്ച് ആക്ഷേപിക്കുമായിരുന്നു, അധിക്ഷേപിക്കുമായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് നിന്ന് പാർട്ടിയിലെ വലതുപക്ഷത്തിനെതിരെ EMS ശക്തമായി പ്രസംഗിച്ചു. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ആളുകളായി ആര് പറഞ്ഞു? EMS ആരെ പറഞ്ഞു? വലതുപക്ഷക്കാരെ പറഞ്ഞു. ഒടുവിൽ എന്തു പറ്റി? 1964 ഏപ്രിലിൽ ഒരു ദേശീയ കൗൺസിൽ നടക്കുന്നു. ആ കൗൺസിലിൽ 32 പേര് ഇറങ്ങിപ്പോകുന്നു. ആ 32 പേര് ഇറങ്ങിപ്പോകുന്നതോടെ അവരാണ് CPIM എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. ആ CPIM-ൽ ആ ഇറങ്ങിപ്പോയ 32 പേരിലെ അവസാനത്തെ ജീവിച്ചിരുന്ന ആളാണ് അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ. അങ്ങനെ പാർട്ടി നേതാക്കൾ അപ്പോൾ ഒടുക്കം ഇങ്ങനെ പാർട്ടി 2 പിരിഞ്ഞപ്പം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പാർട്ടി നേതാക്കൾ കൂടുതലും മാതൃപാർട്ടിയായ CPIയിൽ നിന്നും. ആരാണ് അന്നത്തെ പാർട്ടി നേതാക്കളെന്ന് പറഞ്ഞാൽ? MN ഗോവിന്ദൻ നായർ, TV തോമസ്, C അച്യുതമേനോന്, ഇങ്ങനെയുള്ളവരെല്ലാം CPIയിൽ നിന്നും. സമുന്നത നേതാക്കന്മാർ വളരെ കുറച്ച് പേര് മാത്രമേ CPIൻ്റെ കൂടെ വന്നുള്ളൂ. EMS, AKG ഒക്കെയാണ് CPIമിലൂടെ പോയത്. പക്ഷെ കൂടുതൽ പാർട്ടി നേതാക്കളും ആരുടെ കൂടെ നിന്നു? CPIയുടെ കൂടെ നിന്നു. ജനങ്ങളെല്ലാം പക്ഷെ സാധാരണ പ്രവർത്തകർ കൂടുതലും CPIമിനൊപ്പം നിന്നു.
അപ്പൊ കൂടുതൽ സപ്പോർട്ട് CPM പ്രമേയം കൊണ്ടുവന്നത് ഇന്ത്യയിലെ ചൈന കമ്മ്യൂണിസ്റ്റ് ചാരന്മാരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം ഇന്ത്യൻ പാർട്ടിക്കുള്ളിൽ തന്നെ നടന്നു. അതായത് എന്താണ്, ചൈനയെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊണ്ടുവന്നത് ചൈന കമ്മ്യൂണിസ്റ്റ് ചാരന്മാരാണെന്ന്, അതായത് ഇവർ മറ്റേ ദേശീയ കൗൺസിൽ നടന്നപ്പോൾ ചൈനയെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു പ്രമേയം കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന CPM-കാരാ. അപ്പോൾ അവരുടെ പാർട്ടിക്കാർ തന്നെ ചൈന ചാരന്മാരെന്ന് വിളിച്ചു. അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ഗുൽസാരിലാൽ നന്ദ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ 1/3 പേരും ചാരന്മാരാണെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യങ്ങളും അതോടൊപ്പം പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും ഡാങ്കെ പക്ഷം ശത്രുക്കൾ കൊറ്റിക്കൊടുത്തുവെന്നും CPIM-കാർ പറഞ്ഞു. ഡാങ്കെ എന്ന് പറയുന്നത് ഡാങ്കയുടെ നേതൃത്വത്തിലായിരുന്നു കൗൺസിൽ നടന്നത്. അപ്പോൾ ഡാങ്കെ CPIയുടെ കൂടെ നിന്നു. ഇറങ്ങിപ്പോയ 32 പേര് CPM-ആയിട്ട് മാറുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇടതിലെ വലതുപക്ഷം എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് നേതാക്കന്മാരാണല്ലോ വലതുപക്ഷത്തിന് കൂടുന്നത്. അവരാരൊക്കെയാണ്? MN ഗോവിന്ദൻ നായർ, TV തോമസ്, C അച്യുതമേനോൻ, KC ജോർജ്, E ചന്ദ്രശേഖരൻ, E ഗോപാലകൃഷ്ണ മേനോൻ, ഇവരൊക്കെയാണ്. ഇതിനകത്ത് MN ഗോവിന്ദൻ നായരാണ് 1957 ഇലക്ഷനിലെ ഭരണം മാസ്റ്റർ മൈൻഡ് പുള്ളിയാണ്. പുള്ളിയെ വിളിച്ചിരുന്നത് കേരള ക്രുഷ്ചേവ് എന്നാണ്. ക്രുഷ്ചേവ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ ഒരു പ്രസിഡന്റ് ആയിരുന്നു. ക്രുഷ്ചേവിന്റെ സമയത്താണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഒക്കെ സംഭവിക്കുന്നത്. അറിയാമല്ലോ, ക്യൂബൻ മിസൈൽ ക്രൈസിസ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കുന്നു. ഇവിടെ എല്ലാം നമ്മൾ കാണാതെയും ശ്രദ്ധിക്കാതെയും പോകുന്ന ഒരു ഫാമിലിയുണ്ട്, ഗൗരി അമ്മയും TV തോമസും. ഇവര് ഈ പാർട്ടി പിരിഞ്ഞതോടെ ഭാര്യയായിരുന്ന ഗൗരിയമ്മ ഇടതുപക്ഷത്തിലും ഭർത്താവായ TV തോമസ് വലതുപക്ഷത്തിന്റെ കൂടെയും കൂടി. അതിനുശേഷം 1960 ശേഷം 65 ഇലക്ഷൻ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. 1967 ഇലക്ഷൻ നടന്നു. അതിൽ ഇവർ 2 പേരും മന്ത്രിയായി. ഇവർ 2 പേരും താമസിച്ചത് വ്യത്യസ്ത ഔദ്യോഗിക മന്ദിരത്തിലാണ്. പിന്നെ മന്ത്രിയാവുന്നുണ്ട് അവര്. അതിൽ TV തോമസ് താമസിച്ചിരുന്നത് ഇന്നത്തെ റോസ് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്തും, KR ഗൗരിയമ്മ താമസിച്ചത് സാനഡു എന്ന് പറഞ്ഞ വുമൻസ് കോളേജിന് ഓപ്പോസിറ്റ് ആണ്. റോസ് ഹൗസ് കുറച്ചും കൂടെ ഇവര് തമ്മിൽ ഈ 2 ബിൽഡിങ്ങുകൾ തമ്മിൽ ഒരു ഗേറ്റേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ പറയുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ദാമ്പത്യമായിട്ടും ഇവർ തമ്മിൽ ഈ പാർട്ടി പിളർപ്പ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന് ബാധിച്ചു. അങ്ങനെ 32 പേരുടെ ഇറങ്ങിപ്പോയവരിൽ ഡാങ്കെക്ക് എതിരെയുള്ള ആരോപണം അന്വേഷിക്കണമെന്നായിരുന്നു ഇറങ്ങിപ്പോയവരുടെ ആവശ്യം. അതായത് ഡാങ്കയെ അവർ എതിർത്തിരുന്നു. അങ്ങനെ അവർ ഇറങ്ങിപ്പോയി. ഒടുക്കം ഈ ഇറങ്ങിപ്പോയവർ ആന്ധ്രാപ്രദേശിലെ തെന്നാലി വെച്ചൊരു യോഗം കൂടുകയും ആ തെന്നാലിയിലെ യോഗത്തിൽ 114 പേര് പങ്കെടുത്തു. അതായത് 32 പേര് ദേശീയ കൗൺസിലുള്ളവരും പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പ്രമുഖ നേതാക്കന്മാരെല്ലാം കൂടെ തെന്നാലിയിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് CPIM എന്ന പാർട്ടി ഉടലെടുക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ കാണുന്ന ഈ വേർതിരിവ് ലോകമെമ്പാടും നടന്നു. അതായത് ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഈ വേർതിരിവുണ്ടായി. അങ്ങനെ സാർവദേശീയ സമ്മേളനം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1960 മോസ്കോയിൽ വെച്ച് നടത്തുന്നു. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് സമ്മേളനം നടത്തുന്നു. ആ സമ്മേളനത്തിൽ അംഗീകരിച്ച നയത്തിനെതിരെ ചൈനയുടെ മാവോ സേതുങ്, അറിയാമല്ലോ, മാവോ സേതുങ് തീരുമാനമെടുക്കുന്നു. അങ്ങനെ ചൈനീസ് പാർട്ടിയും സോവിയറ്റ് യൂണിയനും തമ്മിലും വേർതിരിവുണ്ടാകുന്നു. ഇതൊക്കെ 1960കളിലെ സംഭവമാണ് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ പറയുന്നത് CPI ഇവിടെ 1964 ഓക്കെ സ്പിരിറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ശ്രീലങ്ക, ചിലി, ഓസ്ട്രേലിയ തുടങ്ങി 30ഓളം രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പിളർപ്പുണ്ടായി. മനസ്സിലായോ? എല്ലായിടത്തും ഈ ആശയപരമായ വേർതിരിവിന്റെ പാർട്ടി ഉള്ളപ്പോൾ അവിടെയും വേർതിരിവ് ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു പ്രതിഭാസമല്ല ആ സംഭവം.